പത്മകുമാർ ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച കനൽ എന്ന ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ 17 ഓഡിയോ റിലീസ് ചെയ്തത് പ്രമുഖ സംവിധായകനായ ജോഷിയാണ്. കനലിൻ്റെ ഈ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് നടന്നത് കൊച്ചിയിലുള്ള ട്രാവൻകോ കോർട്ട് ഹോട്ടലിലാണ്. ഫംഗ്ഷന് മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രൊഡ്യൂസറുമായ ആൻ്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ മറ്റൊരുപാട് പ്രമുഖർ പങ്കെടുത്തിരുന്നു. ആസ് യൂഷ്വൽ ലാലേട്ടൻ തന്നെ സ്വീറ്റ് ആൻഡ് സിമ്പിൾ സ്പീച്ച് കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കീഴടക്കി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ഫിലിമിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഔസേ ബച്ചനും വിനു തോമസും ചേർന്നാണ്. ഡോക്ടർ മധു വാസുദേവനാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. എസ് സുരേഷ് മേനൻ കഥ എഴുതിയിരിക്കുന്ന ഈ ഫിലിമിൽ അനൂപ് മേനനും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിലെത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് അനൂപ് മേനൻ മോഹൻലാലിനൊപ്പം മുഴുനീളം ഒരു ഫിലിമിൽ അഭിനയിക്കുന്നത്. ഇതിനു മുൻപും രണ്ടാളും ചേർന്ന് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് മുഴുനീളമായിട്ട് ഒരു ഫിലിമിൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നത്. റിപ്പോർട്ട്സ് അനുസരിച്ച് ജോൺ ഡേവിഡ് എന്ന ക്യാരക്ടറായിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. ഒരു ഹിഡൻ അജണ്ടയുമായി എത്തുന്ന ക്യാരക്ടറാണ് ജോൺ ഡേവിഡിൻ്റേത്. ഒരുപാട് സീക്രറ്റ്സ് ഒക്കെയുള്ള ഒരു ക്യാരക്ടർ. ജോൺ ഡേവിഡിൻ്റെ രഹസ്യങ്ങൾ അറിയാനായിട്ട് അയാളെ പിന്തുടരുന്ന ഒരു ജേർണലിസ്റ്റായിട്ടാണ് അനൂപ് മേനൻ്റെ ക്യാരക്ടർ എത്തുന്നത്. ഈ ഫിലിമിൽ വില്ലൻ്റെ വേഷം ചെയ്യുന്നത് പ്രശസ്ത ബോളിവുഡ് ആക്ടറായ അതുൽ കുൽക്കർണിയാണ്. ഹണി റോസാണ് ഫീമെയിൽ ലീഡിലെത്തുന്നത്. ഡേവിഡ് ജോണിൻ്റെ ഭാര്യയായിട്ടാണ് ഹണി റോസിൻ്റെ ക്യാരക്ടർ എത്തുന്നത്. ഷീ ടാക്സി ഫെയിമായ ഷീലു എബ്രഹാമും ഒരു ഇമ്പോർട്ടൻ്റ് റോളിൽ എത്തുന്നുണ്ട് ഈ ഫിലിമിൽ. ഇന്നസെൻറ്റ്, പ്രതാപ് പോത്തൻ, സാദിഖ്, കൊച്ചു പ്രേമൻ, നികിത തുക്രിൽ, അംബിക മോഹൻ എന്നിവരൊക്കെയാണ് സപ്പോർട്ടിംഗ് കാസ്റ്റിലെത്തുന്ന മറ്റ് ക്യാരക്ടേഴ്സ്. ആശീർവാദ് മൂവീസും അബാം സിനിമയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ ഈ വരുന്ന ഒക്ടോബർ 21 തിയേറ്റേഴ്സിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ സിനിമകളെല്ലാം ട്രിവാൻഡ്രത്ത് എപ്പോഴും നല്ല റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. ഒരു സാങ്കല്പിക ഗ്രാമവും അവിടുത്തെ കുറേ മണ്ടന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു.